قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ നമസ്കാരത്തിൽ നിർബന്ധമായ കാര്യമാണ് എല്ലാ റക്അത്തുകളിലും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക എന്നുള്ളത്. അത് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവനാണെങ്കിലും ഇമാമാണെങ്കിലും മഅ്മൂമാണെങ്കിലുമൊക്കെ ഫാത്തിഹ പാരായണം ചെയ്യൽ നമസ്കാരത്തിൻ്റെ റുക്നുകളിൽപ്പെട്ട അഥവാ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമായാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും സംശയമുണ്ടാകാറുള്ള, അല്ലെങ്കിൽ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയം, ഉറക്കെ പാരായണം ചെയ്യുന്ന നമസ്കാരങ്ങളിൽ ഇമാമിൻ്റെ പിന്നിൽ തുടരുന്ന മഅ്മൂമുകൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യേണ്ടതുണ്ടോ, അതോ ഇമാമിൻ്റെ പാരായണം ശ്രദ്ധിച്ച് കേട്ടുനിന്നാൽ മാത്രം മതിയോ എന്നുള്ളതാണ് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയം. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ വിഷയത്തിൽ പണ്ഡിത ലോകത്ത് മുമ്പും ഈ കാലഘട്ടത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. രണ്ട് നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ട്. മൊത്തത്തിൽ നമ്മൾ അറിയേണ്ടത്, സൂറത്തുൽ ഫാത്തിഹ എല്ലാവരും പാരായണം ചെയ്യൽ നിർബന്ധമാണ് എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞതാണ്. ലാ സ്വലാത്ത ലിമൻ ലം യഖറഅ ബി ഫാത്തിഹത്തിൽ കിതാബി. ഫാത്തിഹത്തുൽ കിതാബ് അഥവാ സൂറത്തുൽ ഫാത്തിഹ അത് പാരായണം ചെയ്യാത്തവന് നമസ്കാരമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉറക്കെ ഓതുന്ന നമസ്കാരത്തിലാണെങ്കിലും പതുക്കെ ഓതുന്ന നമസ്കാരത്തിലാണെങ്കിലുമൊക്കെ പാരായണം ചെയ്യണം, മഅ്മൂമും പാരായണം ചെയ്യണം എന്ന വീക്ഷണത്തിന് ഉപോത്ബലകമായി ഒന്നാമതായി പറയുന്ന ഈ തെളിവ് തന്നെയാണ് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത്. മഅ്മൂമ് ഇമാമിൻ്റെ ഫാത്തിഹ കേൾക്കുന്നുണ്ടെങ്കിലും മഅ്മൂമും ഫാത്തിഹ പാരായണം ചെയ്യണം. കാരണം ഫാത്തിഹ ഓരോരുത്തർക്കും നിർബന്ധമാണ്. ലാ സ്വലാത്ത ലിമൻ ലം യഖറഅ ബിഫാത്തിഹത്തിൽ കിതാബി. ഫാത്തിഹത്തുൽ കിതാബ് പാരായണം ചെയ്യാത്തവന് നമസ്കാരമില്ല എന്നുള്ള ഹദീസാണ് ഒന്നാമത്തെ കാര്യം. മാത്രമല്ല, അത് വിശദീകരിച്ചപ്പോൾ വേറെയും ചില ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് പണ്ഡിതന്മാർ ഉദ്ധരിച്ചതായി കാണുവാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഫജ്ർ നമസ്കാരത്തിന് ഇമാമായി നിന്നുകൊണ്ടിരിക്കെ അവിടുത്തേക്ക് ബാക്കിൽ നിന്ന് ചില പാരായണങ്ങൾ അവിടുത്തെ ശ്രദ്ധയിൽ പെടുകയാണ്. മഅ്മൂമുകളും എന്തൊക്കെയോ പാരായണം ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അനുഭവപ്പെട്ടപ്പോൾ നമസ്കാരാനന്തരം അവിടുന്ന് സഹാബികളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, ലഅല്ലക്കും തഖറഊന ഖൽഫ ഇമാമിക്കും. നിങ്ങൾ നിങ്ങളുടെ ഇമാമിൻ്റെ പിന്നിൽ പാരായണം ചെയ്യുന്നത് പോലെയുണ്ടല്ലോ, നിങ്ങളും പാരായണം ചെയ്യുന്നുണ്ടോ? അപ്പൊ സഹാബത്ത് പറഞ്ഞു, നഅം, അതെ, ഞങ്ങളും പാരായണം ചെയ്യുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കുക, അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രതികരണം, ഫലാ തഫ്അലൂ, നിങ്ങൾ അപ്രകാരം ചെയ്യരുത്, അങ്ങനെ പാരായണം ചെയ്യരുത്. ഇല്ലാ ബി ഫാത്തിഹത്തിൽ കിതാബി, ഫാത്തിഹത്തുൽ കിതാബ് മാത്രം
ഫാത്തിഹത്തുൽ കിതാബ് ഒഴികെ നിങ്ങൾ പാരായണം ചെയ്യരുത്. ഫൈന്നഹു ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഹാ, കാരണം അത് പാരായണം ചെയ്യാത്തയാൾക്ക് നമസ്കാരമില്ല. അപ്പൊ ഈ സംഭവത്തിലൂടെ എന്താണ് മനസ്സിലാകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബാക്കിൽ നിൽക്കുന്ന മഅ്മൂമുകൾ ഒരു ഫജ്ർ നമസ്കാരത്തിന്റെ വേളയിൽ അവരെന്തൊക്കെയോ പാരായണം ചെയ്യുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സംശയം വന്നപ്പോൾ നമസ്കാരാനന്തരം ചോദിക്കുകയും നിങ്ങളങ്ങനെ പാരായണം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ അതേ എന്ന് പറയുകയും ആ ഘട്ടത്തിൽ ഒരിക്കലും നിങ്ങൾ ഒരു കാരണവശാലും ഒന്നും പാരായണം ചെയ്യരുത് എന്നല്ല അവിടുന്ന് പ്രതികരിച്ചത്. മറിച്ച് അവിടുന്ന് സഹാബിമാരോട് പറഞ്ഞത് നിങ്ങൾ അപ്രകാരം ചെയ്യരുത്, ഫാത്തിഹ ഒഴികെ. അപ്പൊ ഫാത്തിഹ പാരായണം ജഹ്റായി നമസ്കരിക്കുന്ന നിസ്കാരമാണല്ലോ, അഥവാ ഉറക്കെ ഇമാം പാരായണം ചെയ്യുന്ന നമസ്കാരമാണല്ലോ ഫജ്ർ നമസ്കാരം. ആ ഫജ്റിന്റെ ഫാത്തിഹ പോലും അത് നിങ്ങൾ പാരായണം ചെയ്തോളൂ എന്നുള്ള അനുവാദം കൊടുത്തത് കാരണത്താൽ ഉറക്കെ ഓരുന്ന നമസ്കാരമാണെങ്കിലും മഅ്മൂമുകൾ ഫാത്തിഹ പാരായണം ചെയ്യുക തന്നെയാണ് വേണ്ടത് എന്ന വീക്ഷണം പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ ഈ സംഭവത്തെയും ആദ്യം പറഞ്ഞ ഹദീസിനെയും രേഖയായി ഉദ്ധരിക്കുന്നു. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിത ലോകത്തുള്ള മറ്റൊരു വീക്ഷണം, ഉറക്കെ ഓരുന്ന നമസ്കാരത്തിൽ മഅ്മൂമുകൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി, പ്രാരംഭ പ്രാർത്ഥന മാത്രം അവർ നിർവഹിച്ച് ബാക്കിയൊക്കെ മിണ്ടാതെ നിന്നാൽ മതി. സാധാരണ നമ്മളുണ്ടല്ലോ, ഫാത്തിഹ കേട്ട് മറ്റുള്ള ശേഷം സൂറത്തുകളൊക്കെ ഇമാമ് പാരായണം ചെയ്യുമ്പോൾ നമ്മൾ അത് സാഗൂതം ശ്രവിക്കേണ്ടതുണ്ടല്ലോ. അതേപോലെ ഫാത്തിഹയും അങ്ങനെ കേട്ടു നിന്നാൽ മതി എന്ന വീക്ഷണമുള്ള പണ്ഡിതന്മാരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കുറെ പണ്ഡിതന്മാർ ആ വീക്ഷണക്കാരുണ്ട്, പ്രഗത്ഭരായ പണ്ഡിതന്മാര് തന്നെ. അവർ തെളിവായി ഉദ്ധരിക്കുന്നത് ഇമാമിന്റെ പാരായണം അത് മഅ്മൂമിന്റെയും പാരായണം തന്നെയാണ് എന്നുള്ള ഒരു റിപ്പോർട്ടിനെയാണ് അവർ ആ വിഷയത്തിൽ തെളിവായി ഉദ്ധരിക്കുന്നത്. അതായത് ചില റിപ്പോർട്ടുകളിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും: മൻ കാന ലഹു ഇമാമുൻ ഫഖിറാഅത്തുൽ ഇമാമി ലഹു ഖിറാഅത്തുൻ. ആർക്കെങ്കിലും ഒരു ഇമാമുണ്ടായിരിക്കെ ഇമാമിന്റെ കൂടെയാണ് ഒരാൾ നിസ്കരിക്കുന്നതെങ്കിൽ ഫഖിറാഅത്തുൽ ഇമാമി ലഹു ഖിറാഅത്തുൻ, ഇമാമിന്റെ പാരായണം ഈ മഅ്മൂമിനുള്ള പാരായണം കൂടിയാണ്. അതുകൊണ്ട് മഅ്മൂം വേറെ പാരായണം ചെയ്യേണ്ടതില്ല എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. എന്നാൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഹദീസ് നിരൂപണത്തിൽ അവഗാഹം നേടിയിട്ടുള്ള പല പണ്ഡിതന്മാരും ആ ഹദീസിനെ പറ്റി പറഞ്ഞത് അത് ദഈഫുൻ, അത് ദുർബലമായ ഹദീസാണ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രബലമല്ല. പിന്നെ വിശുദ്ധ ഖുർആനിലെ ആയത്താണ് തെളിവായി പറയാറുള്ളത്. ആ പക്ഷം എന്താണ് വിശുദ്ധ ഖുർആനിലെ ആയത്ത്? സൂറത്തുൽ അഅറാഫിലെ 204-ാമത്തെ സൂക്തം, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നതായി നിങ്ങൾ കേട്ടാൽ, ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നതായാൽ ഫസ്തമിഉ ലഹു, നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കുക, വഅൻസിതു, നിങ്ങൾ മിണ്ടാതിരിക്കുകയും ചെയ്യുവീൻ, ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി എന്ന്. ആ ആയത്തിനെയാണ് അവർ തെളിവാക്കുന്നത്. എന്നാൽ അതിന് മറുപടി പറഞ്ഞ പണ്ഡിതന്മാർ പറയുന്നത് ആ ആയത്ത് ഇത് ഫാത്തിഹ ഒഴികെയുള്ള കാര്യങ്ങൾക്കാണ് ബാധകം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് മൊത്തത്തിലുള്ള ഒരു പ്രത്യേകമായ നിയമമായിട്ടാണ്, ഒരു പൊതുവായ നിയമമായിട്ടാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ട് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുമുണ്ട്. ഇമാമിന്റെ ഓരോ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഇമാമു വഇദാ ഖറഅ, ഇമാം പാരായണം ആരംഭിച്ചാൽ ഫഅൻസിതു, നിങ്ങൾ മിണ്ടാതിരിക്കുകയും ചെയ്യുവീൻ എന്ന്. അതും ഈ ഭാഗം തെളിവാക്കുന്നു. അപ്പൊ ഈ ആയത്തിനെയും ഈ ഹദീസിനെയും തെളിവാക്കിയപ്പോൾ അതിനെക്കുറിച്ച് പണ്ഡിതന്മാര് പറഞ്ഞത് അത് രണ്ടും ആമായ അഥവാ ഒരു പൊതുവായ കൽപ്പനയാണ്. എന്നാൽ ആ പൊതുവായ കൽപ്പനയെ വിശുദ്ധ ഖുർആനിന്റെ പൊതുവായ പാരായണത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ പൊതുവായ പാരായണത്തിൽ നിന്നും വ്യത്യസ്തമായി സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിൽ പാരായണം ചെയ്യേണ്ടത് എല്ലാവർക്കും നിർബന്ധമാണ് എന്നുള്ള ഹദീസ് ഈ പൊതു കൽപ്പനയിൽ നിന്ന് ഒഴിവാണ്. അഥവാ സൂറത്തുൽ ഫാത്തിഹ ഇമാം പാരായണം ചെയ്യുമ്പോൾ നമ്മളും പാരായണം ചെയ്യണം, അത് മഅ്മൂമും ചെയ്യണം. മഅ്മൂമിനും ബാധകമാണ് സൂറത്തുൽ ഫാത്തിഹ.
അതല്ലാത്ത നിലക്കുള്ള മറ്റു ആയത്തുകളും ബാക്കി ഭാഗങ്ങളുമൊക്കെ പാരായണം ചെയ്യുമ്പോഴാണ് ആ നിയമം ബാധകമാകുന്നത് എന്നുള്ളതാണ് ആ പക്ഷം പണ്ഡിതന്മാരിതിന് തെളിവായി പറയുന്നത്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, വ്യത്യസ്ത വീക്ഷണം ഇതിലുണ്ട് എന്നിപ്പോൾ നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ രണ്ട് വിഭാഗം പണ്ഡിതന്മാരും നല്ല രൂപത്തിൽ ഓരോരുത്തർക്കും അവരവർക്ക് ബലപ്പെട്ട അഭിപ്രായമാണെന്ന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ തെളിവുദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ രണ്ടഭിപ്രായത്തിൽ ഏതഭിപ്രായത്തോടാണ് തനിക്ക് കൂടുതൽ മാനസികമായി ചായ്വ് തോന്നുന്നത്, അതാണ് കൂടുതൽ പ്രമാണവുമായി അടുത്ത് നിൽക്കുന്നത് എന്ന് ആർക്കെങ്കിലും തോന്നി ആ അഭിപ്രായത്തിൻ്റെ പിന്നാലെയാണ് ഒരാളുടെ മനസ്സ് പോകുന്നതെങ്കിൽ, അഥവാ ഒരാൾ പറയാണ് എനിക്ക് ഫാത്തിഹ എന്തായാലും നിർബന്ധമാണെന്നുള്ള ആ ഒരു അതനുസരിച്ച് അതാണ് എൻ്റെ മനസ്സിന് തൃപ്തികരമായി തോന്നുന്നത്, അതുകൊണ്ട് ഇമാം ഉറക്കോരുന്ന നമസ്കാരത്തിലും ഫാത്തിഹ നമ്മളെല്ലാവരും ഓതണം എന്ന വീക്ഷണത്തോടാണ് ഒരാൾക്ക് താല്പര്യം, അദ്ദേഹം അതാണ് പിൻപറ്റുന്നത്. വേറൊരാൾ മറ്റേ അഭിപ്രായമാണ് പിൻപറ്റുന്നത് എങ്കിൽ ഈ രണ്ട് വിഭാഗം ആളുകളും പരസ്പരം ഏറ്റുമുട്ടേണ്ടുന്നൊരു വിഷയമൊന്നുമല്ല ഇത്. പരസ്പരം തർക്കത്തിനോ വാഗ്വാദത്തിനോ അല്ലെങ്കിൽ രണ്ടിലേതെങ്കിലും ഒരു അഭിപ്രായത്തെ പിന്തുണച്ച് അതുപോലെ പ്രവർത്തിക്കുന്ന ആളുകൾ തമ്മിൽ ഒരു കക്ഷി വഴക്കിനോ വൈരാഗ്യത്തിനോ പരസ്പരം തമ്മിൽ തെറ്റുന്നതിനോ ഒന്നും കാരണമാകേണ്ടുന്ന ഒരു വിഷയമല്ല ഇത്. അഥവാ ഇത് പണ്ഡിത ലോകത്ത് രണ്ട് വിഭാഗം വീക്ഷണമുള്ള പണ്ഡിതന്മാരും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അവരുടേതായ ഗവേഷണങ്ങൾ പറഞ്ഞവരാണ്. ഗവേഷണ പടുക്കളായ ഗവേഷണത്തിന് പ്രാപ്തരായ പണ്ഡിതന്മാരാണ് ഇരുപക്ഷത്തുമുള്ളത്. അതുകൊണ്ട് രണ്ടിൽ ഏതൊരു പക്ഷത്തെ അഭിപ്രായത്തെ പിന്തുണച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുവെങ്കിലും അതൊരു തെറ്റല്ല. അതുകൊണ്ട് തന്നെ ഒരു കക്ഷി വഴക്കിൻ്റെയോ ഒരു മാത്സര്യത്തിൻ്റെയോ പരസ്പരം ആളുകൾ അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാനസികമായ അകൽച്ചയോ വെറുപ്പോ ഉണ്ടാകേണ്ടുന്ന ഒരു തർക്ക വിഷയമായി ഇതിനെ കാണേണ്ടതില്ല. ഏതാണ് ഈ വിഷയത്തിൽ അങ്ങനെ പല വിഷയങ്ങളുമുണ്ട്. കാരണം ഒക്കെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. അതിൻ്റെ ബലാബലങ്ങളിലുള്ള തർക്കവിതർക്കങ്ങളായിരിക്കും ആ അഭിപ്രായ വ്യത്യാസത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരിക്കുക. ആ കാര്യത്തിൽ നമ്മൾ ഏത് വീക്ഷണമാണ് പ്രബലമായി കൂടുതൽ ഒരാൾക്ക് ബോധ്യമാകുന്നതെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് തെറ്റല്ല. ആരെയും പരസ്പരം അതിൻ്റെ പേരിൽ പഴിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയുവാനും നേരിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഫിആയ ഇൽമു നൽകി എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രത്യേകമായ ഫള് നൽകപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.